ഇതിന്റെ മുന്നത്തെ മിനി വ്ലോഗിൽ വോയിസ് ഒന്ന് മാറ്റിയിട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്താൻ്റെ വോയിസ് തന്നെ മതിട്ടോ എന്നുള്ള വീഡിയോയിൽ നിന്നൊക്കെ. അതെനിക്ക് ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മീൻകറിയാണ് കേട്ടോ. തലേന്നക്കത്തെ മീൻകറി ഫുള്ള് താളിപ്പാണ്. രാവിലത്തെ ചായക്കടി ഉണ്ടാക്കാൻ മടി ഗൈസ്. അപ്പോഴാണ് ഇവള് വന്നത്. ആള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഇമ്മയാണ് സാധാരണ ഇവിടെ ഇരിക്കാറുള്ളത്. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് എൻ്റെ കൂളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലും വന്നിട്ടുണ്ടായിരുന്നു. ഇമ്മയാണെങ്കിൽ ഇമ്മമാനായിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇമ്മമാക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു കുഴക്കം. ബാബു ആണെങ്കിൽ എന്തോ ഒരു പേപ്പറൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ ചില്ലറ പേപ്പറൊന്നുമല്ല, അതിന്റെ പേര് ഇപ്പോൾ തൊള്ളേ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയാനും പറ്റാത്തത്. അതിൻ്റെ ഇടയിൽ ഇമ്മാക്കും അമ്മാക്കും പോവാളെ ഓർഷ വന്ന് ഓരങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരൊക്കെ വന്നതിന്റെ ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നത്. ഇമ്മമാക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വയസ്സായതല്ല, അതിൻ്റെ ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കറിക്ക് വെറും താളിപ്പ് മാത്രമേ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പൊന്നുമാസ് അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. നല്ല രസമാണ് വേറെ ബീഫ് കേട്ടോ. കാരണം കൊടുന്ന് അന്ന് തന്നെ ഇത് പകുതി മുക്കാലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം മതി നമുക്ക് ചോറ്. അമ്മക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വെളുത്തുള്ളി അച്ചാറൊക്കെ. ബീഫിന്റെ അച്ചാറിലൊക്കെ അത്യാവശ്യം നല്ല ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.